ഹായ് കുട്ടികളെ, ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാനാണ്. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിട്ടു എന്നു പേരായ ഒരു മുയൽക്കുട്ടൻ താമസിച്ചിരുന്നു. മിട്ടുമുയൽ നനുനനുത്ത രോമങ്ങളുള്ള ഒരു സുന്ദരനായിരുന്നു. ആൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താന്നല്ലേ? മറ്റൊന്നുമല്ല, ചില കള്ളത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുക. നുണ പറഞ്ഞ് ആരെയെങ്കിലും പറ്റിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മിട്ടുമുയലിന് ഒരു ഉഷാറും ഉണ്ടാവാറില്ല. ഒരു ദിവസം മിട്ടുമുയൽ കാട്ടിലൂടെ പോകുമ്പോൾ കരടിച്ചേട്ടനെ കണ്ടു. കരടിച്ചേട്ടനെ കണ്ടതും മിട്ടു മനസ്സിൽ വിചാരിച്ചു, ആഹാ, ഇന്ന് കരടിച്ചേട്ടനെ പറ്റിക്കാം. മിട്ടു കരടിച്ചേട്ടനോട് പറഞ്ഞു, കരടിച്ചേട്ടാ, അറിഞ്ഞില്ലേ വിശേഷം? നമ്മുടെ കാടിന്റെ വടക്കേ അറ്റത്തുള്ള ആ മലയില്ലേ, അതിനു മുകളിൽ തേനീച്ചകൾ വലിയ കൂടുണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടൻ അവിടെ ചെന്നൊന്ന് നോക്ക്. അടിച്ചാൽ ലോട്ടറി അല്ലേ? കുറേ കാലത്തേക്ക് പിന്നെ ഭക്ഷണം അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഇതു കേട്ട് കരടിച്ചേട്ടൻ പറഞ്ഞു, അയ്യോ, മലയുടെ മുകളിലാണോ? അവിടെ എത്തുന്നത് കഷ്ടം പിടിച്ച പണി തന്നെയാണ്. പക്ഷേ നീ പറഞ്ഞത് ശരിയാ. കുറേ തേൻ കിട്ടിയാൽ പിന്നെ കുറേ നാളത്തേക്ക് ഭക്ഷണം അന്വേഷിച്ച് അലയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും പറഞ്ഞ് കരടിച്ചേട്ടൻ കഷ്ടപ്പെട്ട് മല കയറാൻ തുടങ്ങി. 2 ദിവസം കൊണ്ടാണ് മലയുടെ മുകളിൽ കരടിച്ചേട്ടൻ എത്തിയത്. അവിടെ എത്തിയപ്പോഴോ തേനീച്ച കൂട് പോയിട്ട് ഒരു തേനീച്ച പോലുമില്ല. മിട്ടു തന്നെ പറ്റിച്ചതാണെന്ന് കരടിച്ചേട്ടന് മനസ്സിലായി. പിന്നെ ഒരു ദിവസം പകൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന മൂങ്ങയുടെ അടുത്ത് മിട്ടു എത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ മൂങ്ങാച്ചേട്ടാ, ഇങ്ങനെ പകല് മുഴുവൻ ഉറങ്ങിയാൽ എങ്ങനെ ശരിയാവും? എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. അത് കുടിച്ചാൽ പിന്നെ പകൽ ഉറക്കമേ വരില്ല. എന്ത്? നീ പറയുന്നത് സത്യമാണോ? അങ്ങനെ ഒരു മരുന്നുണ്ടോ? എന്നാൽ എനിക്ക് താ. ഈ മൃഗങ്ങളുടെ കളിയാക്കൽ കേട്ട് കേട്ട് എനിക്ക് മടുത്തു. എല്ലാവരും എന്നെ ഉറക്കം തൂങ്ങിയെന്നാ വിളിക്കുന്നേ. നിനക്കറിയാമല്ലോ. മൂങ്ങാച്ചേട്ടൻ സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ട മിട്ടു കള്ളച്ചിരിയോടെ പറഞ്ഞു, പിന്നെ അല്ല, എനിക്കറിയില്ലേ ചേട്ടന്റെ വിഷമം. അതല്ലേ ഈ മരുന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാനിത് ചേട്ടന് തരാൻ വന്നത്. ഇത്രയും പറഞ്ഞ് നല്ല കയ്പുള്ള ചില ഇലകൾ ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കിയ വെള്ളം മരുന്നെന്നും പറഞ്ഞ് മിട്ടു മൂങ്ങയ്ക്ക് കൊടുത്തു. പാവം മൂങ്ങ 5-6 ദിവസം കയ്പ് വെള്ളം കുടിച്ചിട്ടും ഉറക്കത്തിന് ഒരു കുറവും വരാതായപ്പോഴാണ് മിട്ടു നുണ പറയുകയായിരുന്നുവെന്നും പറ്റിച്ചതാണെന്നും മൂങ്ങാച്ചേട്ടന് മനസ്സിലായത്. പിറ്റേ ദിവസം ഇന്ന് ആരെ പറ്റിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് നടന്ന മിട്ടുവിന്റെ മുന്നിൽപ്പെട്ടത് മാക്രിത്തവളയാണ്. മാക്രിത്തവളയെ കണ്ടതും മിട്ടു പറഞ്ഞു, മാക്രിച്ചേട്ടാ, അറിഞ്ഞോ? നമ്മുടെ പൊട്ടക്കുളം നിറയെ താമര വിടർന്നു നിൽക്കുകയാണ്. കാണണമെങ്കിൽ ഇപ്പോൾ പുറപ്പെട്ടോ. നാളെ ആകുമ്പോഴേക്കും വാടിപ്പോയാലോ. ഇതു കേട്ട മാക്രി പറഞ്ഞു, എന്താ? താമരപ്പൂക്കൾ നിറഞ്ഞ കുളത്തിൽ താമസിക്കുക എന്നത് എന്റെ വലിയ ആഗ്രഹമാണ്. ആ കുളത്തിൽ പക്ഷേ താമരയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ, എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇതു കേട്ടതും മിട്ടു മനസ്സിൽ വിചാരിച്ചു, താമര നിറഞ്ഞ കുളത്തിൽ താമസിക്കുന്നത് നിന്റെ സ്വപ്നമാണെന്ന് നീ കിട്ടുകരടിയോട് പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടതല്ലേ. അതുകൊണ്ടാണ് മാക്രി നിന്നെ പറ്റിക്കാൻ ഞാൻ ഈ ഐഡിയ പ്രയോഗിക്കുന്നത്. മിട്ടു പറഞ്ഞത് വിശ്വസിച്ച് മാക്രി കഷ്ടപ്പെട്ട് കുളത്തിലെത്തി. അവിടെ ഒരു താമരപ്പൂ പോലും ഉണ്ടായില്ല. താൻ പറ്റിക്കപ്പെട്ടു എന്ന് മാക്രിക്ക് മനസ്സിലായി. അങ്ങനെയിരിക്കെ മഴക്കാലം തുടങ്ങി. മഴയത്ത് പുറത്തിറങ്ങാനാകാതെ എല്ലാ മൃഗങ്ങളും കഷ്ടപ്പെട്ടു. മഴയത്ത് മിട്ടുമുയലിന്റെ മാളത്തിന്റെ ഒരു വശം തകർന്നു. മണ്ണിനടിയിൽ കാലകപ്പെട്ട കാരണം അവന് മാളത്തിൽ നിന്നും പുറത്തു വരാൻ സാധിച്ചില്ല.
2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു. മൃഗങ്ങൾ പുറത്തിറങ്ങി തുടങ്ങി. മിട്ടു മാളത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതെ അലറി വിളിച്ചു കരഞ്ഞു. മൃഗങ്ങൾ കരച്ചിൽ കേട്ടു. എന്നാൽ മിട്ടു പിന്നെയും പറ്റിക്കാൻ വേണ്ടി എന്തോ പറയുന്നതാണെന്ന് അവർ കരുതി. മിട്ടുവിന്റെ കരച്ചിൽ കേട്ടെത്തിയ കിട്ടുകുറുക്കൻ പറഞ്ഞു, "എന്റെ മിട്ടു, നിനക്ക് നാണമില്ലേ? എല്ലാവരും മഴയത്ത് കഷ്ടപ്പെടുകയാണ്. നീയോ അപ്പോഴും മറ്റുള്ളവരെ പറ്റിക്കാൻ നുണക്കഥ പറയുന്നു. കഷ്ടം തന്നെ." ഇതു കേട്ട മിട്ടു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "അയ്യോ ചേട്ടാ, സത്യമായും ഞാനിതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാ. എന്നെ ഒന്ന് രക്ഷിക്കുക. 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. കള്ളം പറയുന്നതാണെന്ന് കരുതിയായിരിക്കും. ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ ചേട്ടനെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ." ഇതു കേട്ട കുറുക്കന് സംശയമായി. ഇനി ഇവൻ പറയുന്നത് സത്യമായിരിക്കുമോ? കുറുക്കൻ പറഞ്ഞു, "ഓ, ശരി, ഇനി കരയണ്ട. ഞാൻ ഈ തവണ കൂടെ നിന്നെ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നീ പറഞ്ഞത് നുണയാണെങ്കിൽ, എന്നെ പറ്റിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ, പിന്നെ നീ കാട്ടിലുണ്ടാവില്ല. സത്യം." ഇത്രയും പറഞ്ഞ് കുറുക്കൻ മറ്റു മൃഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. അണ്ണാരക്കണ്ണൻ പതിയെ മാളത്തിനകത്ത് പോയി നോക്കി. മിട്ടു പറഞ്ഞത് സത്യമാണെന്നും അവൻ മാളത്തിൽ പെട്ടുകിടക്കുകയാണെന്നും എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും കൂടെ പതുക്കെ മണ്ണ് മാറ്റി മിട്ടുവിനെ രക്ഷിച്ചു. കുട്ടികളെ, കള്ളം പറയുന്നത് നല്ല ശീലമല്ല. നമ്മൾ കള്ളം പറഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാൽ പിന്നെ ആരും നമ്മളെ വിശ്വസിക്കില്ല. നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും നമ്മളെ ആരും വിശ്വസിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തമാശയ്ക്ക് പോലും കള്ളം പറയാതിരിക്കാം. കഥ ഇഷ്ടപ്പെടുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.